സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്ന ഗ്രന്ഥത്തിലെ അവസാന ഭാഗത്തായി ചേർത്തിരിക്കുന്ന ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രായോഗിക ക്രിസ്ത്യ ജീവിതം ഇത്ര വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ടും അതിനെപ്പറ്റി അധികം പ്രസംഗങ്ങളോ ക്ലാസ്സുകളോ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഉത്തരം: ഈ വിഷയത്തെപ്പറ്റി പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർ പലയിടങ്ങളിലുമുണ്ട്. എന്നാൽ സവിസ്തരമായി ചർച്ച ചെയ്യപ്പെടാത്തതിൻ്റെ ഒരു കാരണം ദൈവവചനം ഈ കാര്യങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പലർക്കും വേണ്ടത്ര അറിവില്ല എന്നതാണ്. മറ്റൊരു കാരണം, പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പലരും തങ്ങളുടെ തന്നെ ജീവിതത്തിൽ ഇവ പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നതാണ്. പ്രസംഗത്തെക്കാൾ പ്രയാസമുള്ളതാണല്ലോ പ്രായോഗിക ജീവിതം. അതിനാൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ശരിയായി സൂക്ഷിക്കുവാനും തങ്ങളെ തന്നെ സ്വയത്തിന് മരിച്ചവരായി എണ്ണി ജീവിക്കുവാനുമുള്ള പ്രയാസവും അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയും ഓർക്കുമ്പോൾ പലരും അതിന് തുനിയുന്നില്ല. മനുഷ്യൻ എപ്പോഴും ബുദ്ധിമുട്ട് കുറഞ്ഞ മാർഗം നോക്കുന്നവനാണല്ലോ. മറ്റൊരു ചോദ്യം, നാം എന്തു വിശ്വസിക്കുന്നു എന്നതാണ്. അതായത് നമ്മുടെ ഉപദേശമാണ് ജീവിതത്തേക്കാൾ പ്രാധാന്യം എന്ന് ചിലർ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഉത്തരം: നാം എന്തു വിശ്വസിക്കുന്നു എന്നത്, അതായത് നമ്മുടെ ഉപദേശം വളരെ പ്രധാനമാണെന്നതിന് സംശയമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ജീവിതം അത്ര വളരെ പ്രധാനമല്ല എന്ന ചിന്താഗതി ശരിയല്ല. നാം വിശ്വസിക്കുന്നതനുസരിച്ചാണ് നാം പ്രവർത്തിക്കുന്നത്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. പ്രായോഗിക ജീവിതത്തിൽ വരാത്ത ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിലുള്ള അർത്ഥം എന്താണ്? വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ പ്രവൃത്തിയിൽ കാണുന്നു എന്നത്. പ്രവൃത്തിയിൽ വരാത്ത കാര്യങ്ങൾ നാം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായ വിശ്വാസമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ രണ്ട് കാലുകൾ പോലെയാണ് ഉപദേശവും ജീവിതവും. ഒരു കാലിന് നീളം കൂടിയും മറ്റേതിന് നീളം കുറഞ്ഞു വരുന്നാൽ അയാൾക്ക് മുടന്തിയേ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ത്രാസിൻ്റെ രണ്ട് തട്ടുകൾ പോലെയാകണം വിശ്വാസവും പ്രവൃത്തിയും. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പാണെന്ന് സദൃശവാക്യങ്ങൾ 11:1 പറഞ്ഞിട്ടുണ്ട്. ഒരു തട്ട് താണും മറ്റൊന്ന് പൊന്തിയും ഇരിക്കുവാൻ പാടില്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരുന്നാലും സാരമില്ല, വിശ്വാസം ശരിയായിരിക്കണം എന്നൊരു ആശയം പുതിയ നിയമത്തിൽ എങ്ങുമില്ല. ഉപദേശ വിഷയങ്ങൾ ലേഖനങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ തന്നെ പ്രായോഗിക ജീവിതത്തെ സംബന്ധിച്ചും ലേഖനങ്ങളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്തു വിശ്വസിച്ചാലും സാരമില്ല, ശരിയായ രീതിയിൽ ജീവിച്ചാൽ മതി എന്ന ചിന്താഗതിയും ശരിയല്ല. ശരിയായ വിശ്വാസമുണ്ടെങ്കിലേ ശരിയായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ചോദ്യം, പ്രായോഗിക ജീവിതം ഏറ്റവും ശുദ്ധമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രധാന സംശയം ഈ വിഷയത്തിൽ അവശേഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട് വളരെ വിശുദ്ധമായി ജീവിച്ച് വിശുദ്ധിയെ തികയ്ക്കുന്നവർ മാത്രമായിരിക്കും കർത്താവിൻ്റെ മണവാട്ടി സഭയിലെ അംഗങ്ങളായി അംഗീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയല്ല. നാം വിശുദ്ധ ജീവിതം നയിക്കുന്നത് കർത്താവിൻ്റെ മണവാട്ടി സഭയിലെ അംഗങ്ങളാകാനല്ല. അംഗങ്ങൾ ആയതുകൊണ്ടാണ് നാം കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളാകുന്നത്. രക്ഷിക്കപ്പെടുന്നത് നിമിത്തമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:47. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് അപ്പോൾ ആരെയാണ് സഭയോട് ചേർക്കുന്നത്? ഉത്തരം: രക്ഷിക്കപ്പെടുന്നവരെ. ചോദ്യം: അപ്പോൾ സഭയുടെ അംഗങ്ങൾ ആരെല്ലാമാണ്? ഉത്തരം: രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവായ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് തൻ്റെ പാപത്തിനായിട്ടാണെന്ന് വിശ്വസിച്ച് തൻ്റെ പാപാവസ്ഥ സമ്മതിച്ച് അനുദപിച്ച് ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ രക്ഷകനായി അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെട്ട സഭയുടെ അംഗമായിത്തീരുന്നു. അതിന് നമ്മുടെ സ്വന്തമായ യാതൊരു നന്മ പ്രവൃത്തിയോ വിശുദ്ധിയോ ആധാരമല്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. എഫേസ്യർ 2:8. അതുകൊണ്ട് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട സകലരും സഭയുടെ അംഗങ്ങളാണ്. ഒരു ചോദ്യം, വളരെ വിശുദ്ധമായി ജീവിച്ചവർ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം: ഇല്ല. അങ്ങനെ ഒരു ഉപദേശം വചനത്തിലില്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവസഭയുടെ അംഗങ്ങളായതിനാൽ അവരെല്ലാവരും കർത്താവിൻ്റെ വരവിൽ ചേർത്ത് കൊള്ളപ്പെടും. ചോദ്യം: അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം വളരെ ആത്മീയരല്ലാത്ത നിലയിൽ ജീവിച്ചവരും എടുത്തുകൊള്ളപ്പെടും എന്നാണോ പറയുന്നത്? അവരും സ്വർഗത്തിൽ പോകുമോ? അതെ, ദൈവസഭയുടെ അംഗങ്ങളായി തീരുക അഥവാ സ്വർഗത്തിൽ പോകുക, ഇതൊന്നും നാം എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചതിനാലാണ് ഈ പദവികൾ നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ചും വിശ്വാസികൾ ചേർക്കപ്പെടുന്നത് സംബന്ധിച്ചും പൗലോസ് കൊരിന്തിലെ വിശ്വാസികളോട് ഒരു മർമ്മം നിങ്ങളോട് പറയാം: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു. ചോദ്യം: എവിടെയാണോ വാക്യം?
1 കൊരിന്ത്യർ 15:52 കൊരിന്തുള്ള വിശ്വാസികൾ ഈർഷ്യയും പിണക്കവും ഉള്ളവരും ജഡികരുമാണെന്ന് 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുകയില്ല എന്നല്ല, പ്രത്യുത നാം എല്ലാവരും രൂപാന്തരപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനാത്മീയരായിരുന്ന കൊരിന്ത്യരോട് നിങ്ങൾ ആത്മീയരായില്ലെങ്കിൽ മണവാട്ടി സഭയുടെ അംഗങ്ങളാവുകയില്ല എന്നോ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നോ അപ്പോസ്തലൻ പറയുന്നില്ല. കൂടാതെ കർത്താവിൻ്റെ വരവിനെപ്പറ്റി 1 തെസ്സലോനിക്കർ 4:16 പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ശിക്ഷാവിധി നീങ്ങിപ്പോയവരാണ് ക്രിസ്തുവിൽ മരിച്ചവർ. ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാണല്ലോ റോമർ 8:1 പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ച സകലരും വിശുദ്ധരായി ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന നമ്മിൽ ചിലർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമല്ലോ. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നതും സ്വർഗത്തിൽ പോകുന്നതും ഒന്നും നാം എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്നവരാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാം വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്നതുകൊണ്ടാണ്. നമ്മെ വിളിച്ച് മക്കളാക്കിയ നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതവും വിശുദ്ധമായി കൊണ്ടിരിക്കണം. നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. 1 പത്രോസ് 1:15-16 വാക്യങ്ങൾ. ദൈവസഭയുടെ അംഗങ്ങളാകുവാനോ എടുത്തുകൊള്ളപ്പെടുവാനോ വേണ്ടി വിശുദ്ധരാകുവിൻ എന്നല്ല പ്രബോധനം. നമ്മെ ദൈവം വിശുദ്ധിക്കായി വിളിച്ച് വേർതിരിച്ചിരിക്കാൻ നാം വിശുദ്ധരായിരിക്കണം. ഒരു പരിഷ്കാരിയായ മനുഷ്യൻ വളരെ പരിഷ്കാരം കുറഞ്ഞ ഒരു ഗ്രാമീണ യുവതിയെ വിവാഹം ചെയ്തു എന്നിരിക്കട്ടെ. എന്നാൽ ഇനി മുതൽ ഭർത്താവിനോടൊരുമിച്ച് പട്ടണത്തിൽ ജീവിക്കുവാൻ അവൾ തുടങ്ങുമ്പോൾ പട്ടണത്തിലെ രീതികളനുസരിച്ച് അവൾ വസ്ത്രധാരണത്തിലും മറ്റു കാര്യങ്ങളിലും മാറ്റം വരുത്തുവാൻ തുടങ്ങും. ഒരു പരിഷ്കൃത യുവാവിൻ്റെ ഭാര്യയായി തീർന്നതുകൊണ്ട് ഭർത്താവിൻ്റെ നിലയ്ക്കും ഹിതത്തിനും അനുസരണമായി തൻ്റെ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തുകയാണ് അവൾ ചെയ്യുന്നത്. ഒരുവൻ പോലീസ് യൂണിഫോം ധരിച്ചതുകൊണ്ട് പോലീസ് ആവുകയില്ല. എന്നാൽ പോലീസായാൽ അതിന് യോഗ്യമായ യൂണിഫോം ധരിക്കുകയും വേണം. ചോദ്യം: അപ്പോൾ അയോഗ്യരായ നമ്മെ ദൈവം തൻ്റെ കൃപയാൽ രക്ഷിച്ചതിന് ശേഷം തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാക്കുവാൻ നമ്മിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായി തീരുവാൻ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിശുദ്ധമായി നയിക്കുവാൻ ഇടയാക്കുന്നു. ശരിയല്ലേ? ഉത്തരം: അതെ. രക്ഷാനിർണയവും വിശുദ്ധ ജീവിതവും സംബന്ധിച്ച ചില സംശയങ്ങൾ എന്ന് നോക്കാം. ചോദ്യം: ഞാൻ ഇടയ്ക്കിടെ ചില പാപങ്ങൾ ചെയ്യുവാൻ ഇടയാകുന്നു. ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ വീണ്ടും വീണ്ടും ഇതേ പാപങ്ങളിൽ തന്നെ വീണു പോകുമോ? ഇങ്ങനെ തുടർച്ചയായി പാപം ചെയ്താൽ കർത്താവ് ക്ഷമിക്കുമോ? ഉത്തരം: രക്ഷിക്കപ്പെട്ട ശേഷം മിക്കവാറും എല്ലാ വിശ്വാസികൾക്കും തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും സംശയങ്ങളുമാണിവ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുവാനുള്ള കഴിവ് നഷ്ടപ്പെടുക എന്നല്ല അതിൻ്റെ അർത്ഥം. നാം നേരത്തെ ചിന്തിച്ചതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള ഒരു ജഡത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവകൃപയാൽ പാപം ചെയ്യാതെ വിജയകരമായി പരീക്ഷകളെ അതിജീവിച്ച് ജീവിക്കാം എന്നതാണ് ഒരു വിശ്വാസിയുടെ ആശ്വാസ വിഷയം. എന്നാൽ നമ്മുടെ ഭാഗത്തെ അശ്രദ്ധയും പാപത്തോടുള്ള ചായ്വ് നിമിത്തം പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ നാം രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് വരുന്നില്ല. രക്ഷ നമ്മുടെ വികാരങ്ങളിൽ അഥവാ തോന്നലുകളിൽ ആധാരപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. ഒരുവൻ പാപിയാണെന്ന് വാസ്തവമായി സമ്മതിച്ച് കർത്താവ് തനിക്കായി മരിച്ചെന്ന് വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണ്. ആ കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ല. ചോദ്യം: എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സംശയങ്ങൾ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്? സംശയമില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉത്തരം: രക്ഷിക്കപ്പെട്ടവരെ അവരുടെ ചില പാപപ്രവൃത്തികൾ ഓർമ്മിപ്പിച്ച് രക്ഷിക്കപ്പെട്ടവരല്ല എന്ന ചിന്ത അവരിൽ ഉളവാക്കുക എന്നത് ഒരു സാത്താന്യ തന്ത്രമാണ്. ഈ ചിന്ത ഒരിക്കലും മനസ്സിൽ അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല. അതേസമയം രക്ഷിക്കപ്പെടാത്ത ചിലർ രക്ഷിക്കപ്പെട്ടവരാണെന്ന ചിന്തയും സാത്താൻ അവരിൽ കുത്തിവയ്ക്കുവാൻ ശ്രമിക്കും. രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് നമ്മുടെ തോന്നലുകളെയല്ല, പ്രത്യുത എഴുതപ്പെട്ട ദൈവവചനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദൈവവചനം പറയുന്നത് നാം വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. മറ്റൊരു ചോദ്യം: രക്ഷാനിർണയത്തിന് സഹായകരമായ ചില ദൈവവചന ഭാഗങ്ങൾ കാണിച്ചു തരാമോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 3:36. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:13. ഈ വാക്യങ്ങളിലെല്ലാം പറയുന്ന കാര്യം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ്. യാതൊരു സംശയവുമില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകുകയില്ല എന്ന് യോഹന്നാൻ 3:16 പറഞ്ഞിട്ടുണ്ട്. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. 1 യോഹന്നാൻ 5:13. ദൈവവചനം എഴുതി ഇപ്രകാരം നമ്മുടെ കൈവശം തന്നിരിക്കുന്നത് നമുക്ക് നിത്യജീവനുണ്ടെന്ന് നാം അറിയേണ്ടതിനാണ്. ദൈവവചനത്തിൻ്റെ ഈ പ്രസ്താവനകൾ നാം വിശ്വസിക്കുക, തോന്നലുകളിൽ ആശ്രയിക്കാതിരിക്കുക. ഇതാണ് പ്രധാനം.
കൂടാതെ നാം ദൈവമക്കൾ എന്ന ആത്മാവുദാനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. റോമർ 8:16. ദൈവാത്മാവ് ദൈവമക്കളുടെ ഉള്ളിൽ തങ്ങൾ ദൈവമക്കളാണെന്ന് ഒരു ബോധ്യം കൊടുക്കുകയും ചെയ്യും. ഒരു ചോദ്യം കൂടെ. രക്ഷിക്കപ്പെട്ടവരും പാപം ചെയ്യുവാൻ സാധ്യതയുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ 1 യോഹന്നാൻ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ്റെ സ്വഭാവമല്ല പാപം ചെയ്യുക എന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ സ്വാഭാവികമായി പാപം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ അവന് ലഭിച്ച ദിവ്യ സ്വഭാവപ്രകാരം പാപം ചെയ്യാതിരിക്കുക എന്നതാണ് അവൻ്റെ പ്രമാണം. അതിന് വിരുദ്ധമായിട്ട് അവൻ ചിലപ്പോൾ പാപം ചെയ്തെന്ന് വരാം. എന്നാൽ അത് അവന് ലഭിച്ച പുതിയ ദൈവിക പ്രകൃതിയോട് യോജിച്ചു പോകുന്ന ഒരു കാര്യമല്ല. അഥവാ പാപത്തിൽ വീണുപോയാൽ തന്നെ വളരെ വിഷമത്തോടും മനസ്സാക്ഷി കുത്തലോടും കൂടെ അല്ലാതെ അവന് ആയിരിക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ എന്നോട് ഒരാൾ മദ്യപിക്കാനോ ഇല്ലെങ്കിൽ നുണ പറയുവാനോ ആവശ്യപ്പെട്ടാൽ ഞാൻ പറയും, ഇല്ല, എനിക്കതിന് കഴിയുകയില്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ആ പാപങ്ങൾ ചെയ്യുവാനുള്ള എൻ്റെ കഴിവ് നഷ്ടപ്പെട്ടെന്നോ അത് ചെയ്യുവാൻ അസാധ്യമാണെന്നോ അല്ല അതിനർത്ഥം. അവ ഇപ്പോൾ എൻ്റെ പുതിയ ദൈവിക സ്വഭാവത്തിനനുസരിച്ച് എനിക്ക് ചെയ്യുവാൻ നിവർത്തിയില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഒരു വിശ്വാസിക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ്റെ ആ കഴിവ് മാറ്റപ്പെട്ടു എന്ന അർത്ഥമല്ല ഈ വാക്യത്തിലുള്ളത് എന്ന് ഈ ലേഖനം തന്നെ 2:1 വായിച്ചാൽ മനസ്സിലാകും. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. ചോദ്യം: ഒരുവൻ പാപം ചെയ്തു എങ്കിലോ എന്ന് പറയുമ്പോൾ പാപം ചെയ്യാൻ സാധ്യത വിശ്വാസികൾക്കുണ്ടെന്നല്ലേ വരുന്നത്? ഉത്തരം: അതെ. അതിനാൽ നാം മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങൾ ഇവയാണ്. വിശ്വാസികൾ ഒരു കാരണവശാലും പാപം ചെയ്യാൻ പാടില്ല. അഥവാ ചെയ്തു പോയാൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല എന്നർത്ഥം വരുന്നില്ല. പാപം ചെയ്താൽ നാം ആ പ്രത്യേക പാപം വ്യക്തമായി ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. അപ്പോൾ ക്ഷമിച്ച് ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. 1 യോഹന്നാൻ 1:9. നാം വാസ്തവമായി അനുതപിച്ച് ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും കർത്താവ് പാപം ക്ഷമിക്കും. ചോദ്യം: ഏറ്റുപറയുന്ന പാപം കർത്താവ് ക്ഷമിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ വീണ്ടും വീണ്ടും ആവശ്യം വരുമ്പോൾ പാപം ചെയ്യുവാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകുവാൻ സാധ്യതയുണ്ടല്ലോ. സാരമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് നീ വിചാരിക്കുകയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരുവന് പാപം ചെയ്യുവാനുള്ള താല്പര്യമില്ല, ചെയ്യാതിരിക്കാനുള്ള താല്പര്യമാണുള്ളത്. ദൈവാത്മാവ് അവനിൽ വസിക്കുന്നതിനാൽ വിശുദ്ധിക്കായി ഒരു വാഞ്ച അവനിൽ ഉണ്ടാകും. തൻ്റെ പുതിയ സ്വഭാവം പാപത്തെ വെറുക്കുന്നതായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ പ്രലോഭനങ്ങൾക്ക് വശംവദനായി അവൻ പാപത്തിൽ വീണാലും അതിനെക്കുറിച്ച് അതിയായി ദുഃഖവും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആഗ്രഹവും അവനുണ്ടായിരിക്കും. രക്ഷിക്കപ്പെടാത്ത ഒരുവൻ വല്ലപ്പോഴും പാപം ചെയ്യുകയല്ല, പാപത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ ഇടയ്ക്ക് പാപത്തിൽ വീണുപോയാൽ അവൻ അതിൽ സന്തോഷമില്ല. ഒരു പന്നി ചെളിയിൽ കിടന്ന് രസിക്കുന്നത് പോലെയാണ് അവിശ്വാസിയായ ഒരുവൻ പാപത്തിൽ രസിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ വൃത്തിയുള്ള ജീവിയായ ആടിനോട് ഉപമിക്കാം. ആട് അഴുക്കിലല്ല ജീവിക്കുന്നത്. എന്നാൽ വല്ല കാരണവശാലും ഒരു ചെളിക്കുണ്ടിൽ വീണുപോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വെപ്രാളവും നിലവിളിയും അതിനുണ്ടായിരിക്കും. ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുമല്ലോ, അതിനാൽ പാപം ചെയ്തു കളയാം എന്ന ലാഘവ ബുദ്ധിയോടെ വിചാരിക്കുന്ന ഒരുവൻ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവനേ അല്ലായിരിക്കും. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവനെങ്കിലും തൻ്റെ ആത്മീയ ജീവിതത്തിന് സാരമായ തകരാറ് സംഭവിച്ചവനായിരിക്കും. വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ നാം അത് അലക്കി വൃത്തിയാക്കും. എന്നാൽ അലക്കുവാൻ വെള്ളവും സോപ്പും ഉണ്ടല്ലോ എന്ന് കരുതി വസ്ത്രത്തിൽ മനഃപൂർവ്വം അഴുക്ക് വാരി തേക്കുന്നവരെ സുബോധമുള്ളവന് എന്ന് വിളിക്കുവാൻ സാധിക്കുകയില്ല. ചോദ്യം: രക്ഷിക്കപ്പെട്ട ശേഷം വിശുദ്ധ ജീവിതത്തിൻ്റെ കാര്യം ഗൗരവമായിട്ട് എടുക്കാതെ പാപം ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് എന്ത് സംഭവിക്കും? അവൻ സ്വർഗത്തിൽ പോകുമെന്നല്ലേ പറയുന്നത്? അതെ, അവൻ രക്ഷിക്കപ്പെട്ടവനായതിനാൽ സ്വർഗത്തിൽ പോകും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്ന് 1 കൊരിന്ത്യർ 3:15 പറയുന്നു. രക്ഷിക്കപ്പെട്ടവനെങ്കിലും കർത്താവിനെ ശരിയായി സേവിച്ച് നിലനിൽക്കുന്ന പ്രവൃത്തികൾ ചെയ്യാത്തതിനാൽ പ്രതിഫലമില്ലാത്തവനായി അവനിരിക്കും. മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ ദൈവം അവനായി ഉദ്ദേശിച്ചിരുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാതെ വളരെ അരിഷ്ടകരമായ ഒരു ജീവിതം അവൻ നയിക്കേണ്ടി വരും. തൻ്റെ പാപങ്ങളുടെ അനന്തരഫലവും ദൈവം നൽകുന്ന ബാലശിക്ഷകളും അവന് അനുഭവിക്കേണ്ടി വരും. അതിൽ ചിലപ്പോൾ ശാരീരിക മരണവും ശിക്ഷയായി വന്നേക്കാം. വിതയ്ക്കുന്നവർ ജീവിതകാലത്ത് തന്നെ കൊയ്യുന്ന ദുഃഖകരമായ അനുഭവങ്ങളും അവനുണ്ടാകും. കൃപയാൽ പരീക്ഷയെ ജയിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ. ഒന്നാമതായി, വിജയകരമായി ക്രിസ്ത്യജീവിതം നയിക്കുക എന്നത് എല്ലാ വിശ്വാസികൾക്കും സാധിക്കുന്നതാണോ? ഉത്തരം: തീർച്ചയായും. കുറച്ച് വിശ്വാസികൾക്ക് മാത്രമായിട്ട് വേദപുസ്തകത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നതെല്ലാം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ചോദ്യം: എന്നാലും ചില ബലഹീന വിശ്വാസികൾ കാണുകയില്ലേ? ഒരർത്ഥത്തിൽ എല്ലാ വിശ്വാസികളും ബലഹീനരാണല്ലോ. അതിനാലാണ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ നമുക്കായിട്ടുള്ളത്. ആ കൃപ പ്രാപിക്കുവാൻ ഏത് വിശ്വാസിക്കും കഴിയും. ഏത് ബലഹീനനെയും ശക്തിപ്പെടുത്തി നടത്തുവാൻ കർത്താവിന് കഴിയും. ചോദ്യം:
നാം നമ്മുടെ ബലഹീനത നിമിത്തം ചെയ്തു പോകുന്ന പാപങ്ങളിൽ കർത്താവ് സഹതപിക്കുന്നു എന്ന അർത്ഥത്തിൽ എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ടല്ലോ. എബ്രായ ലേഖനത്തിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്നാണ് 4:15 കാണുന്നത്. ബലഹീനത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഉത്തരം: ബലഹീനത എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്കുള്ള പരിമിതികളെ ഉദ്ദേശിച്ചാണ്. കർത്താവിനായി ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ പരിമിതികൾ നിമിത്തം നമുക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. മനുഷ്യർ എന്ന നിലയ്ക്ക് പല കാര്യങ്ങളിൽ ഇതുപോലുള്ള കുറവുകൾ നമുക്ക് ഭവിക്കാം. ബലഹീനത എന്നാൽ പാപം എന്നല്ല അർത്ഥം. ആരുടെയും ഒരു പാപത്തിലും കർത്താവിനൊരു സഹതാപവുമില്ല. എന്നാൽ മാനുഷികമായ നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കി കർത്താവ് നമ്മോട് ഇടപെടും. ചോദ്യം: ഒരു പാപത്തെയും നാം ബലഹീനത എന്ന് വിളിക്കുവാൻ പാടില്ലല്ലേ? ഉത്തരം: അതെ, ഒരു പാപത്തെയും ബലഹീനത എന്ന് വിളിക്കുവാൻ പാടില്ല. പാപത്തെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. അപ്പോൾ കർത്താവ് ക്ഷമിച്ച് നടത്തും. ചോദ്യം: ആത്മീയമായി നല്ല നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ആത്മീയമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കേവലം ഒരു താല്പര്യം അഥവാ ആശ മാത്രമാണോ? ആശിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യങ്ങളും സാധിക്കുകയില്ല. ബിരുദത്തിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണമെങ്കിൽ ആഗ്രഹിച്ചാൽ മതിയോ? ആഗ്രഹം ആദ്യം ഉണ്ടാകണമെന്നത് ശരിയാണ്. പക്ഷേ അത് സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു എന്നതാണ് ആഗ്രഹം വാസ്തവത്തിലുള്ള ആഗ്രഹമാണോ എന്നതിൻ്റെ തെളിവ്. ഈ കാര്യത്തിൽ ആത്മാർത്ഥ താല്പര്യമുണ്ടെങ്കിൽ അതിനായി അവൻ കഠിനാധ്വാനം ചെയ്യുകയും സമയം പാഴാക്കാതെ പഠിക്കുകയും ചെയ്യും. എങ്കിലേ ഫസ്റ്റ് ക്ലാസ് കിട്ടുകയുള്ളൂ. അതുപോലെ ആത്മീയമായി ഉയരുവാൻ വാസ്തവത്തിൽ വാഞ്ചയുള്ള ഒരുവൻ അതിനായി ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ തയ്യാറാകും. പാപത്തിൻ്റെ ഭോഗങ്ങളെ നിരസിക്കുകയും ഓരോ പരീക്ഷയുടെയും ഘട്ടത്തിൽ ദൈവത്തോട് വിശ്വസ്തത പാലിക്കുവാൻ ശ്രമിക്കുകയും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയും ചെയ്യും. ഈ നിലയിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുവാൻ തയ്യാറാവണം. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർക്ക് തൃപ്തി വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. നാം വാസ്തവമായി ആഗ്രഹിച്ചിട്ടും ദൈവം ആ താല്പര്യം നിവർത്തിച്ചില്ലെന്ന് ഒരിക്കലും വരികയില്ല. എന്നാൽ ഇവിടുത്തെ പ്രശ്നം ആഗ്രഹം എന്ന് പറയുന്നത് കേവലം ഒരു ആശ മാത്രമാണോ അതോ ഉത്കടമായ ഒരു ദാഹമാണോ എന്നുള്ളതാണ്. ചോദ്യം: അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കേ ആത്മീയമായി ഉയരുവാൻ സാധിക്കുകയുള്ളൂ അല്ലേ? ഉത്തരം: അതെ, ജീവിതത്തിൽ ഏത് തുറകളിൽ ഉയരണമെങ്കിലും അതിനായുള്ള ചില ബുദ്ധിമുട്ടുകൾ സഹിക്കണമല്ലോ. ആത്മീയ വളർച്ച സൂത്രത്തിൽ ഒരിക്കലും സാധിക്കുകയില്ല. അതിനായി വില കൊടുക്കുവാൻ തയ്യാറുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണത്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ദൈവത്തോട് വിശ്വസ്തത പാലിക്കുകയും സ്വന്തം താല്പര്യങ്ങൾ നടക്കാതെ പോകുന്നതിലുള്ള വേദന സഹിക്കുവാൻ തയ്യാറാവുകയും വേണം. പരീക്ഷകൾക്ക് കീഴടങ്ങുന്നതിനാൽ ലഭിക്കുന്ന സന്തോഷത്തെക്കാളും പാപഭോഗത്തെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു നിലപാട് ഓരോ നിമിഷവും എടുക്കുന്ന ഒരുവനെ യഥാർത്ഥ ആത്മീയനായി തീരുവാൻ കഴിയുകയുള്ളൂ. ചോദ്യം: വളരെ പരിശ്രമിച്ചിട്ടും വിട്ടുമാറാത്ത ചില പാപ പരിചയങ്ങളും സ്വഭാവങ്ങളും ഉണ്ടല്ലോ. അങ്ങനെയുള്ളവയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ചില മാർഗങ്ങൾ നിർദ്ദേശിക്കാമോ? ഉത്തരം: അതെ, ചില വിശ്വാസികൾ തുടരെ അടിമകളായി പോകുന്ന ചില പാപങ്ങളുണ്ട്. രക്ഷപ്പെടാനായി ഒന്നാമത് സ്വന്തം ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല എന്നും സ്വന്തം ശ്രമത്താൽ വിജയം സാധിക്കുകയില്ല എന്നും ദൈവം മുൻപാകെ സമ്മതിക്കണം. നമ്മുടെ കഴിവില്ലായ്മയെ ശരിയായി നാം തന്നെ കാണണം. ഇതിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കണം. ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് റോമർ 6:14 അനുസരിച്ച് വിടുതൽ ലഭിക്കുവാനുള്ള കൃപ ലഭ്യമാണെന്നറിഞ്ഞ് ആ കൃപയ്ക്കായി യാചിക്കണം. ആ പാപത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തോടുള്ള സ്നേഹം മതിയാക്കണം. ആ സന്തോഷം ഇനി വേണ്ട എന്ന് ഹൃദയത്തിൽ ഉറയ്ക്കണം. കൂടാതെ പ്രായോഗികമായി ആ പാപത്തിന് അടിമപ്പെടുവാൻ സാധ്യതയുള്ള സകല സാഹചര്യങ്ങളും കഴിവതും ഒഴിവാക്കുക. ആ പാപത്തിലേക്ക് നയിക്കുവാൻ സഹായകരമായ എല്ലാറ്റിൽ നിന്നും അകന്നിരിക്കുകയും വേണം. അതായത് അശുദ്ധ ചിന്തയ്ക്ക് അടിമപ്പെട്ടു പോകുക എന്നതാണ് പാപമെങ്കിൽ അതിന് സഹായകരമായ പുസ്തകങ്ങൾ, മാസികകൾ, TV പരിപാടി, വെബ്സൈറ്റ് ഇവയെല്ലാം ഒഴിവാക്കുകയും വേണ്ടാത്ത ചിന്തകൾ ഉളവാക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കഴിയുന്ന അത്ര ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുക. നമ്മുടെ ഭാഗത്ത് പ്രായോഗികമായി ചെയ്യുവാനുള്ളതെല്ലാം നാം ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള നമ്മുടെ താല്പര്യം ദൈവം മനസ്സിലാക്കും. ഒരേ കാര്യത്തിൽ എത്ര വട്ടം പരാജയപ്പെട്ടാലും അപ്പോഴെല്ലാം പരാജയം സംബന്ധിച്ച് ഏറ്റുപറയുകയും താമസിയാതെ വിജയം ദൈവം തരുമെന്ന് ഉറയ്ക്കുകയും ചെയ്യണം. ഹൃദയത്തിൻ്റെ യഥാർത്ഥ വാഞ്ച ദൈവം മാനിക്കും. അല്പം താമസിക്കുന്നെന്ന് തോന്നിയാലും ആ വിജയം ലഭിക്കുന്നതുവരെ അടങ്ങിയിരിക്കുകയില്ല എന്നുറച്ച് മുൻപോട്ട് പോവുക. അപ്പോൾ വിജയം സാധ്യമാകും. ചോദ്യം: ഈ ഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെടാത്ത ഒരു നിലയിൽ എത്തുവാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കുമോ? ഉത്തരം: ഇല്ല. അങ്ങനെ ഒരു നിലയിൽ നമുക്ക് എത്താമെന്ന് ദൈവവചനം പറയുന്നില്ല. നാം ഈ പാപജടത്തിൽ, ഈ താഴ്ചയുള്ള ശരീരത്തിൽ വസിക്കും കാലം അത്രയും പരീക്ഷകൾ നമുക്ക് നേരെ വരും. എന്നാൽ പരീക്ഷകളെ ജയിച്ച് ജീവിക്കുവാൻ സാധിക്കുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മീയമായി വളരെ ഉയർന്നാലും പരീക്ഷകൾ ഉണ്ടാകുമല്ലേ? തീർച്ചയായും ചില പ്രത്യേക തലങ്ങളിൽ പണ്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഒരാൾക്ക് പിന്നീട് ഉണ്ടായില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഏതെങ്കിലും നിലകളിൽ പരീക്ഷകൾ ഉണ്ടാകും. പരീക്ഷിക്കപ്പെടുവാൻ ധാരാളം തലങ്ങൾ ഉണ്ടല്ലോ. ചോദ്യം: കൂടെ ചില കാര്യങ്ങളിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ നിരാശ തോന്നാറുണ്ട്. ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാമോ?
പരീക്ഷിക്കപ്പെടുന്നതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ആത്മീയത്വത്തിൻ്റെ കുറവുകൊണ്ടാണ് നാം പരീക്ഷിക്കപ്പെടുന്നത് എന്നോർത്ത് വിഷമിക്കേണ്ട. ഇത് സകല മനുഷ്യർക്കും ഉള്ളതാണ്. കൊരിന്ത്യർ 10:3 പറയുന്നുണ്ട്, നമ്മുടെ വിശുദ്ധിയും ദൈവത്തോടുള്ള വിശ്വസ്തതയും വെളിപ്പെടുവാനും പാപത്തിനുള്ള പ്രേരണയെ നിരസിക്കുക നിമിത്തം നമ്മുടെ ആത്മീയ മസിലുകൾക്ക് ബലം ലഭിക്കുവാനുള്ള ഒരവസരമായിട്ടാണ് പരീക്ഷയെ കാണേണ്ടത്. ചോദ്യം: പരീക്ഷയും പാപവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? ഉത്തരം: പാപം ചെയ്യാനുള്ള പ്രേരണ അഥവാ പ്രലോഭനമാണ് പരീക്ഷ എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പരീക്ഷയ്ക്ക് കീഴ്പ്പെടുന്നതാണ് പാപം. അതായത് തെറ്റായ ഒരു കാര്യം ചിന്തിക്കുവാനോ ചെയ്യുവാനോ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നാം തീരുമാനിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നു. പാപത്തിനുള്ള പ്രേരണ വന്നാലും അതിനെ നാം നിരസിച്ചാൽ പാപം ചെയ്തിട്ടില്ല. പരീക്ഷ വരുന്നത് തടയാൻ നമ്മെ കൊണ്ടാവില്ല. എന്നാൽ അതിനോട് യേസ് എന്ന് പറയാതിരിക്കുവാൻ നമുക്ക് കഴിയും. കള്ളൻ നമ്മുടെ മനസ്സിൻ്റെ വാതിലിൽ മുട്ടുന്നതാണ് പരീക്ഷ. ഇല്ല, വാതിൽ തുറക്കുകയില്ല എന്ന് പറഞ്ഞ് വാതിൽ അടച്ചു തന്നെ പിടിക്കുന്നതാണ് പരീക്ഷയെ ജയിക്കുന്നത്. അകത്ത് വരൂ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് മനസ്സിനുള്ളിലേക്ക് അവൻ കടന്നു വരുവാൻ അനുവദിക്കുന്നത് പാപം ചെയ്യലാണ്. വില നൽകിക്കൊണ്ടുള്ള ആത്മീയത്വത്തെക്കുറിച്ചാണ് ചില സംശയങ്ങൾ തുറന്നു കേൾക്കുന്നത്. ചോദ്യം: ആത്മീയൻ എന്നൊരു വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാറുണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു വിശദീകരണം തരാമോ? ആരെയാണ് ആത്മീയർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴ്പ്പെട്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും ദൈവഹിതപ്രകാരം അടക്കി ദൈവം തന്നിരിക്കുന്ന വെളിച്ചം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ യത്നിക്കുന്ന ഒരുവനാണ് ആത്മീയൻ. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, നേരത്തെ നാം പഠിച്ചതുപോലെ ആത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ദൈവകൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുവാനും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ദിനംതോറും അനുരൂപപ്പെട്ട് ജീവിക്കുവാനും ഉത്സാഹിക്കുന്നവനായിരിക്കും യഥാർത്ഥ ആത്മീയൻ. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അംഗീകരിച്ചുകൊണ്ട് അനുദിനം ജീവിക്കുന്ന ഒരുവൻ. ചോദ്യം: നന്നായി ജീവിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ചില ചെറിയ തെറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഉദാഹരണമായി, ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. കൈക്കൂലി കൊടുക്കാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനത് ചെയ്തു തരികയില്ല. ആ പരിതസ്ഥിതിയിൽ നിവൃത്തിയില്ലാതെ അല്പം കൈക്കൂലി കൊടുക്കുന്നു എന്നിരിക്കട്ടെ, ഇതിൽ തെറ്റുണ്ടോ? നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രം തെറ്റുകൾ ചെയ്തു കൊള്ളുവാൻ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിവൃത്തിയുള്ളിടത്തോളം പാപം ചെയ്യാതെ ജീവിക്കണമെന്നാണോ ദൈവവചനം അനുശാസിക്കുന്നത്? ഉത്തരം: ഒരിക്കലുമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാപം ചെയ്തേ തീരൂ എന്ന ഒരു അവസ്ഥ, അതായത് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ ഒരിക്കലുമില്ല. നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് സാധിച്ചു കിട്ടാനുള്ളതെങ്കിൽ കൈക്കൂലി കൊടുക്കാതെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഹൃദയങ്ങളെ നിയന്ത്രിച്ച് നമുക്ക് അനുകൂലമായി ആ കാര്യം ചെയ്യിച്ചു തരുവാൻ കർത്താവിന് കഴിയും. അവൻ അങ്ങനെ ചെയ്യും. എന്നാൽ അത് സാധിക്കാതെ വന്നാൽ തന്നെ അത് നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുവാൻ തയ്യാറുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നാം ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് ചെയ്തു തരും. അതിനായി നാം അവനെ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണല്ലോ വചനം. ഇത് വളഞ്ഞ വഴിയിലല്ലാതെ സാധിക്കുകയില്ല എന്ന് നിരൂപിച്ച് വളഞ്ഞ വഴി സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യം: ഒരു ഭവനത്തിൽ ഒരാൾ മാത്രം രക്ഷിക്കപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി രക്ഷിക്കപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്നത് സാധാരണമാണ്. ഇത് നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഉത്തരം: മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പീൻ എന്നാണ് വചനം പറയുന്നത്. അതായത് ദൈവവചനത്തിന് വിരുദ്ധമായി ഒരു കാര്യം ചെയ്യുവാൻ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ നാം അതിന് വഴങ്ങാൻ പാടില്ല. ദൈവഹിതം അനുസരിച്ച് മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്ന് ഉറച്ചു തീരുമാനിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവവൈതലിന് അങ്ങനെയുള്ള വിവാഹം കഴിക്കാതിരിക്കാം. അതായത് നിർബന്ധങ്ങൾക്ക് വഴങ്ങാതിരിക്കാം. നാം വിശ്വസ്തരായി നിൽക്കുമെങ്കിൽ ദൈവം ഏതെങ്കിലും വഴികളിൽ പ്രവർത്തിക്കുകയും ശരിയായ നിലയിൽ വിവാഹം കഴിക്കുവാനുള്ള മാർഗം ഉണ്ടാക്കി തരികയും ചെയ്യും. ചോദ്യം: ഈ സാഹചര്യത്തിൽ വീട്ടിലുള്ളവരോട് പിണങ്ങേണ്ടതായിട്ട് വരികയില്ലേ? ഉത്തരം: വീട്ടുകാരെ നമ്മുടെ നിലപാട് പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് മനസ്സിലാകാതെ അവർ പിണങ്ങിയാൽ അതിന് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നാം കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുവാനും വില കൊടുക്കുവാനും നാം തയ്യാറാകണം. അതിനാവശ്യമായ കൃപ കർത്താവ് നമുക്ക് തരും. ഈ നിലയിലൊക്കെ ഉറച്ച നിലപാടുകൾ എടുത്തവരെ കർത്താവ് മാനിച്ച ധാരാളം ചരിത്രങ്ങളുണ്ട്. സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് തെറ്റായ വഴിയിൽ പോകുവാൻ കാത്തുനിന്നാൽ നമുക്കായി ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ചോദ്യം: ചുരുക്കം ചിലർ മാത്രം ആത്മീയനില പാലിച്ച് ജീവിക്കുന്നതിനാൽ എന്തു പ്രയോജനം? ഉത്തരം: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളുമായിരിക്കണമെന്നാണ് ഫിലിപ്പിയർ 2:14 നാം കാണുന്നത്.
ലോകത്തിൽ ബാക്കിയുള്ളവർ വക്രത കാട്ടുന്നത് കൊണ്ട് നിങ്ങളും അല്പം കാട്ടിക്കൊള്ളാനല്ല ഇവിടെ പറയുന്നത്. മറ്റു വിശ്വാസികൾ എന്ത് ചെയ്യുന്നു എന്നതും നമുക്ക് വിഷയമല്ല. ഓരോരുത്തൻ്റെ ആത്മീയ പരിജ്ഞാനവും വളർച്ചയും അനുസരിച്ചല്ലേ ഓരോരുത്തർ പെരുമാറുകയുള്ളൂ. നമ്മുടെ ചുമതല നേരിട്ട് ദൈവത്തോടാണ്. ജീവിതത്തിൻ്റെ വിശ്വസ്തതയും വിശുദ്ധിയും തൂക്കി നോക്കുന്നവൻ ദൈവമാണ്. അതിനാൽ ദൈവം മുൻപാകെ ഞാൻ ശരിയാണോ എന്നതാണ് പ്രധാന ചോദ്യം. എൻ്റെ ജീവിതത്തിൻ്റെ കണക്കൊരു നാൾ ദൈവത്തിന് കൊടുക്കേണ്ടി വരുമ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തു എന്ന് പറയാനാവില്ല. എനിക്ക് കിട്ടിയ വെളിച്ചം ഞാൻ അനുസരിച്ചോ എന്നതാണ് വിഷയം. നാം കുറച്ചുപേർ വ്യത്യസ്തരായിരുന്നതുകൊണ്ട് ലോകഗതി മാറ്റുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവത്തോട് നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ കഴിയും. മറ്റുള്ളവർ അത് കണ്ട് ആകർഷിക്കപ്പെടും. ഒരു വലിയ ബിസിനസ്സുകാരൻ വിശ്വാസി തെറ്റായ ചില മാർഗങ്ങൾ അവലംബിക്കുവാൻ നിരസിച്ചത് നിമിത്തം ആ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കർത്താവിനെ സ്വീകരിച്ച കാര്യം എനിക്കറിയാം. ചോദ്യം: ഇങ്ങനെ കർശനമായൊരു നിലപാട് നാം സ്വീകരിച്ചാൽ ജീവിക്കാൻ തന്നെ പ്രയാസമായി വരുമല്ലോ? ഉത്തരം: ജീവിക്കുക എന്നതല്ല ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കാര്യം. ജീവിക്കുന്നിടത്തോളം ശരിയായി ജീവിക്കുക എന്നതാണ്. എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ വളരെ നാൾ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? ശരിയായി ജീവിക്കുവാൻ കഴിയുന്നത്ര ജീവിച്ചാൽ മതി എന്നായിരിക്കണം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ നിലപാട്. നമ്മുടെ കർത്താവിനെ പിശാച് മരുഭൂമിയിൽ പരീക്ഷിച്ചപ്പോഴും ആദ്യ പരീക്ഷയിൽ പിശാച് പറഞ്ഞ കാര്യത്തിലെ അർത്ഥം ഏകദേശം ഇതാണ്: നീ 40 ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഇരുന്നാൽ നീ എങ്ങനെ ജീവിക്കും? ജീവിക്കണമെങ്കിൽ കല്ലപ്പമായി മാറ്റി ഭക്ഷിച്ചേ സാധിക്കുകയുള്ളൂ. എന്നാൽ കർത്താവ് എടുത്ത നിലപാട് പിതാവിൻ്റെ ഹിതത്തിൽപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അല്ലാതെ എങ്ങനെയെങ്കിലും വിശപ്പടക്കുക എന്നുള്ളതല്ല എന്നതായിരുന്നു. ഇതായിരിക്കണം നമ്മുടെ ഈ നിലപാട്. കർത്താവിനെ ഈ കാര്യത്തിലും പിന്തുടരേണ്ടവരാണ് നാം പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കേണ്ടവരാണ്. ഈ നിർബന്ധം നമുക്കുണ്ടെങ്കിൽ നാം ജീവിക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന കാലം അത്രയും ജീവിക്കുവാൻ ആവശ്യമായ സകല കൃപയും ദൈവം നമുക്ക് നൽകും. ഇതിൽ കുറഞ്ഞ ഒരു നിലവാരം വിശ്വാസികളായി നമുക്ക് ഉണ്ടായിരിക്കുവാൻ പാടില്ല. നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വീണ് നമസ്കരിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച സമയത്ത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ ഭക്തരായ പുരുഷന്മാർ പറഞ്ഞത് ദാനിയേൽ 3:17-18 വാക്യങ്ങളിൽ പറയുന്നത് നോക്കുക: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും മരിക്കേണ്ടി വന്നാലും എന്നർത്ഥം. ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും ഇതായിരിക്കണം നമ്മുടെ നിലപാട്. ചോദ്യം: ലോകത്തിൽ ബാക്കിയുള്ളവരെല്ലാവരും, മിക്ക വിശ്വാസികൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കാര്യസാധ്യത്തിനായി തെറ്റായ മാർഗങ്ങൾ പ്രയോഗിക്കുമ്പോൾ നാം കുറച്ചുപേർ മാത്രം വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തതുകൊണ്ട് എന്തുമാത്രം പ്രയോജനം ഉണ്ടാകും? ഉത്തരം: ലോകത്തിൽ മറ്റുള്ളവരെ നോക്കുവാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാനും പറഞ്ഞിട്ടില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും എന്ന് 37-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബന്ധത്തിലാണെന്ന് ഓർക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ കാര്യങ്ങൾ അവൻ നടത്തിക്കൊള്ളും. തിരുവചന പാരായണം ചില സംശയങ്ങളിലും അതിൻ്റെ ഉത്തരവും നമുക്ക് ശ്രദ്ധിക്കാം. ചോദ്യം: വേദപുസ്തക വായനയും പ്രാർത്ഥനയും ക്രിസ്തീയ ജീവിത വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണല്ലോ. പക്ഷേ എനിക്കാണെങ്കിൽ മിക്ക ദിവസവും രാവിലെ ഇതിനൊന്നും സമയം കിട്ടാറില്ല. രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ഓഫീസിൽ പോകാനുള്ള ധൃതിയായി ഒരുക്കമായി. ഇതുകൊണ്ട് എപ്പോഴും ഒരു കുറ്റബോധമാണ് മനസ്സിൽ. ആത്മീയമായി വളരേണ്ടതുപോലെ വളരുവാനും സാധിക്കുന്നില്ല. ഉത്തരം: ആത്മീയ കാര്യങ്ങൾക്ക് സമയം കിട്ടുകയില്ല. നാം മനഃപൂർവ്വം ശ്രമിച്ച് സമയം ഉണ്ടാക്കിയേ മതിയാവൂ. സമയം കിട്ടാതിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ. ഈ പ്രശ്നത്തിന് പരിഹാരം രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ്. അപ്പോൾ സമയം കിട്ടുമല്ലോ. ചോദ്യം: രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന കാര്യം എന്നെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. എത്ര ശ്രമിച്ചാലും ഒക്കുകയില്ല. എഴുന്നേൽക്കുവാൻ മനസ്സ് വരികയില്ല. രാത്രി താമസിച്ചുറങ്ങുന്നത് ഒരു പ്രശ്നമല്ലേ? ഉത്തരം: അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. സമയം കിട്ടണമെങ്കിൽ രാവിലെ എഴുന്നേറ്റേ തീരുകയുള്ളൂ. അലാറമോ മറ്റോ വെച്ച് കിടക്കണം. അലാറം കേൾക്കുമ്പോൾ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേൽക്കുവാൻ സഹായിക്കുവാൻ കർത്താവിനോട് പറയണം. വാസ്തവമായി ആഗ്രഹമുണ്ടെങ്കിൽ അല്പം ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും തുടരെ പ്രാർത്ഥനയോടെ ശ്രമിക്കുക. ആദ്യ ദിവസങ്ങളിൽ സാധിച്ചില്ലെങ്കിൽ നിരാശപ്പെടാതെ വീണ്ടും നിശ്ചയദാർഢ്യത്തോടെ ശ്രമിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഇത്രയും താല്പര്യവും ശ്രമവും കഴിക്കുന്നത് കാണുമ്പോൾ കർത്താവ് അതിനു വേണ്ട കൃപ നൽകും. കൂടാതെ രാത്രി സമയത്ത് തന്നെ കിടക്കുകയും വേണം. എങ്കിലേ രാവിലെ നേരത്തെ എഴുന്നേൽക്കുവാൻ സാധിക്കുകയുള്ളൂ. രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ വർത്തമാനം പറഞ്ഞും TV കണ്ടും മറ്റും ഇരിക്കാതെ പ്രത്യേകം കരുതണം.
അതിരാവിലെ ഒരു യാത്ര പോകാനോ മറ്റത്യാവശ്യത്തിനോ ആണെങ്കിൽ നാം എങ്ങനെയെങ്കിലും നേരത്തെ എഴുന്നേൽക്കുമല്ലോ. അപ്പോൾ യഥാർത്ഥ താല്പര്യവും ആവശ്യബോധവും ഉണ്ടെങ്കിൽ ഇത് സാധിക്കുമെന്നല്ലേ അർത്ഥം. ചോദ്യം: ശരിയാണ്. പിന്നെ ചിലപ്പോഴൊക്കെ രാവിലെയും രാത്രിയിലും പ്രാർത്ഥിക്കാമെന്ന് വെച്ചിരുന്നാൽ ഉറക്കം വരും. പ്രാർത്ഥന ശരിയായി നടക്കുകയുമില്ല. ഉത്തരം: കിടക്കയിൽ കിടന്നോ ചാരിയിരുന്നോ ഒന്നും പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കരുത്. കാരണം അതെല്ലാം വേഗം ഉറക്കം വിളിച്ചു വരുത്തുന്നതാണ്. രാവിലെയാണെങ്കിൽ നന്നായിട്ടൊന്ന് മുഖം കഴുകിയിട്ടോ കുളി കഴിഞ്ഞോ ഒക്കെ പ്രാർത്ഥിക്കാനിരിക്കുക. നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും നല്ലതാണ്. ഉറക്കം വരാനുള്ള സാധ്യത കുറയും. ഇതിനൊരു പ്രത്യേക നിയമം പറയുവാൻ നിവൃത്തിയില്ല. ഓരോരുത്തന് തന്നെ ഉറങ്ങാതെ സൂക്ഷിക്കുവാൻ സഹായകരമായ നിലയിൽ ഇരുന്നോ നിന്നോ നടന്നോ പ്രാർത്ഥിക്കാം. ഉറക്കത്തിൻ്റെ വിഷയത്തിലും നാം വാസ്തവത്തിൽ ആത്മാർത്ഥമായ വിജയത്തിനായി കാക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്ത കർത്താവ് സഹായിക്കും. എന്നാൽ ഇതിനേക്കാളും വലിയൊരു പ്രശ്നമുള്ളത് വേദപുസ്തകം വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഇരുന്നാൽ പലതരം ചിന്തകൾ വന്ന് അതും ഇതും ചിന്തിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവുന്നില്ല. ചിലപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എന്നാൽ അത് വലിയൊരു തടസ്സമാണ്. ചിന്തകൾ ഇങ്ങനെ അലഞ്ഞു നടക്കുമെന്നത് സാധാരണയായി മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. നാം പ്രാർത്ഥിക്കുവാനോ വചനം ധ്യാനിക്കുവാനോ ഇരുന്നാൽ സാത്താൻ തന്നെ നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റുവാൻ മറ്റ് ചിന്തകൾ കൊണ്ടുവരാറുണ്ട്. അന്യചിന്തകൾ വരുന്നു എന്ന് കാണുമ്പോൾ നാം മനഃപൂർവ്വം അത് വേണ്ട എന്ന് വയ്ക്കണം. ഇപ്പോൾ ഞാനിതൊന്നും ചിന്തിക്കുകയില്ല എന്ന് സ്വയം പറയണം. അങ്ങനെ തടസ്സമായി വരുന്ന സകല ചിന്തയെയും പിടിച്ചടക്കണം. നാം മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാകുന്നത്. കഴിയുമെങ്കിൽ ഉറക്കെ നമുക്ക് തന്നെ കേൾക്കാവുന്ന വിധത്തിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുവാൻ സാധിക്കും. മനഃപൂർവ്വമായി ബോധത്തോടെ ദൈവസേനയിൽ ഓരോ വാചകവും പറയുവാൻ ശ്രമിക്കണം. അതും സഹായകരമായിരിക്കും. ഈ വിഷയത്തിലും കർത്താവിൻ്റെ കൃപയ്ക്കായി യാചിച്ചാൽ അത് തീർച്ചയായും കിട്ടും. ഈ കാര്യങ്ങളിൽ ആദ്യം പരാജയം സംഭവിച്ചാൽ നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് നമ്മുടെ മാനുഷിക പരിമിതികൾ, ബലഹീനതകൾ മനസ്സിലാക്കി നമ്മെ സഹായിക്കും എന്നോർക്കണം. ചോദ്യം: പ്രാർത്ഥിക്കുന്നതിന് സഹായകരമായ ചില നിർദ്ദേശങ്ങൾ തരാമോ? പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഓരോ ദിവസവും രാവിലെ അല്പസമയം ആരാധനയ്ക്കായി എടുക്കണം. ദൈവത്തിൻ്റെ മഹത്വം, വലിപ്പം, വിശ്വസ്തത, സ്നേഹം ഇവയെ ഓർത്ത് ധ്യാനിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സർവ്വ നന്മകൾക്കുമായി നന്ദി പറയുകയും ചെയ്യുക. കൂടാതെ നമ്മുടെ സകല കാര്യങ്ങളും ഹൃദയം തുറന്ന് സംസാരിക്കുക. മറ്റുള്ളവർക്കായും പ്രാർത്ഥിക്കുക. കൂടാതെ ദിവസം മുഴുവൻ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിൽ നാം ഇരിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യബോധം എപ്പോഴും ഉണ്ടായിരിക്കുകയും ദൈവവുമായി സജീവമായ ഒരു സംസർഗം പുലർത്തുകയും ചെയ്യണം. അപ്പോൾ ദിവസം മുഴുവൻ വലിയ സന്തോഷവും ചൈതന്യവും നമുക്ക് അനുഭവപ്പെടും. മറ്റൊരു ചോദ്യം: രാവിലത്തെ ശാന്തസമയം, അതായത് വചനധ്യാനം എങ്ങനെയാണ് ഏറ്റവും നല്ല നിലയിൽ ചെയ്യുവാൻ കഴിയുക? ഉത്തരം: ഒന്നാമതായി അതിനായി ഒരു സമയം വേർതിരിച്ച് കഴിവതും ശല്യങ്ങൾ കുറഞ്ഞ ഒരു സ്ഥലത്ത്, വീട്ടിനുള്ളിലോ വരാന്തയിലോ മുറ്റത്തോ പറമ്പിലോ മരത്തിൻ്റെ ചുവട്ടിലോ എവിടെയുമാകാം പോയിരിക്കുക. വേദപുസ്തകം കൂടാതെ ഒരു പേന, നോട്ട്ബുക്ക് ഇവ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കർത്താവെ സംസാരിക്കണമേ, അടിയൻ കേൾക്കുന്നു എന്ന മനോഭാവത്തിൽ പ്രാർത്ഥനയോടെ വചനഭാഗം വായിക്കുക. കഴിവതും ക്രമമായി തുടർച്ചയായി വായിക്കണം. ഒരധ്യായമെങ്കിലും വായിക്കുന്നത് നല്ലതാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ കുറച്ച് വാക്യങ്ങളിൽ എങ്കിലും ഒന്നിലധികം പ്രാവശ്യം ആ ഭാഗം വായിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ പതിയുവാനും കുറച്ചുകൂടി മനസ്സിലാക്കുവാനും സഹായകരമായിരിക്കും. വായിച്ച ഭാഗത്തെക്കുറിച്ച് അല്പനേരം ധ്യാനിക്കുക. ദൈവം എന്നോട് ഈ ഭാഗത്തുകൂടി എന്ത് സംസാരിക്കുന്നു എന്ന ശ്രദ്ധയോടെ വായിക്കണം. ദൈവത്തെക്കുറിച്ച് ഈ ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചെയ്യേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വിട്ടുകളയേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ? എനിക്ക് പിടിച്ചുകൊള്ളുവാൻ ദൈവവാഗ്ദത്തങ്ങൾ വല്ലതുമുണ്ടോ? തുടങ്ങിയ ചില ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടത് ചെയ്യണം. കൂടാതെ ഓരോ ദിവസവും ദൈവം നമ്മോട് സംസാരിക്കുന്ന ആലോചനകൾ മറ്റാരോടെങ്കിലും പറയുന്നതും നല്ലതാണ്. ചോദ്യം: പ്രതിദിന ധ്യാനത്തിനായുള്ള പുസ്തകങ്ങൾ രാവിലെ തോറും വായിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? സ്വന്തമായ വേദപുസ്തക ധ്യാനത്തിന് പകരമായി മറ്റൊരു പുസ്തക വായനയും പാടില്ല. കാരണം അപ്പോൾ ഒരു പ്രത്യേക വേദഭാഗത്തു നിന്ന് ആ എഴുത്തുകാരന് കിട്ടിയ ചിന്തകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നാം നേരിട്ട് വേദപുസ്തകം ധ്യാനിച്ച് ദൈവശബ്ദം കേൾക്കാൻ ആവശ്യമുണ്ട്. അതിൻ്റെ സ്ഥാനം മറ്റൊന്നിനും കൊടുത്തുകൂടാ. എന്നാൽ ഇതോട് ചേർന്ന് മറ്റ് സഹായകരമായ പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ചോദ്യം: വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ സഹായം തേടുന്നത് നല്ലതല്ലേ? ഉത്തരം: നമ്മുടെ സ്വന്തമായ വചനധ്യാനത്തിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ വലിയ ആവശ്യമില്ല. ചില ഭാഗങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നോക്കുന്നത് കൊള്ളാം. വേദപുസ്തക പഠനത്തിന് ഈ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ സഹായകരമായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവാം ദൈവം കാര്യങ്ങളെ മനസ്സിലാക്കി തരണമെന്ന പ്രാർത്ഥനയോടും അതനുസരിക്കുവാനുള്ള മനോഭാവത്തോടും കൂടെ വേണം ദൈവവചനം പഠിക്കുവാൻ. സ്വന്തം ബുദ്ധി കൊണ്ടല്ല ദൈവവചനം പഠിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം കൂടെ മറ്റ് ഗ്രന്ഥങ്ങളും നല്ലതാണ്. എന്നാൽ കേവലം മറ്റ് ഗ്രന്ഥങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുവാൻ പാടില്ല.
നാം നോക്കുന്ന പുസ്തകങ്ങൾ ഉപദേശപരമായി നല്ല നിലവാരം പുലർത്തുന്നവയാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നാം തെറ്റിൽ അകപ്പെട്ടു പോകുവാൻ വളരെ സാധ്യതയുണ്ട്. കാപട്യമില്ലാത്ത ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ പരിഹരിക്കാം. ചോദ്യം: ആത്മീയമായി ഏറ്റവും ശരിയായി ജീവിക്കുന്നതിനെ പറ്റിയും പൂർണ്ണതയെപ്പറ്റിയും ഒക്കെ ചിന്തിച്ചുവല്ലോ. എന്നാൽ രക്ഷിക്കപ്പെട്ടവരിൽ നല്ല കൂട്ടം വിശ്വാസികളിലും ഈ നിലയിലുള്ള ചിന്താഗതികളൊന്നും കാണുന്നില്ലല്ലോ. അവർക്ക് അത് മുഖാന്തരം പ്രത്യേകിച്ച് സന്തോഷക്കുറവോ കുഴപ്പമോ ഒന്നും ഉള്ളതായി തോന്നുന്നുമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുമുണ്ട്. അവരും പ്രസംഗിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു. സഭകളിൽ നേതൃസ്ഥാനവും മാന്യസ്ഥാനവും ഒക്കെ അവർക്ക് ലഭിക്കുന്നുമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉള്ളതായി കാണുന്നില്ല. ഉത്തരം: അതെ, രക്ഷിക്കപ്പെടുന്നവരിൽ അധികം പേരും കേവലം ദൈവമക്കളായി തീരുന്നു എന്നതിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ആത്മീയമായ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് തങ്ങൾ ആത്മീയരാണെന്നാണ് അവർ ധരിക്കുന്നത്. എന്നാൽ അനുദിന ജീവിതത്തിലെ അവരുടെ ചിന്ത, നടപ്പ്, സംസാരം, ഇടപാടുകൾ എന്നീ കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധിക്കുന്നേയില്ല. അവരുടെ ദൈവഭക്തി അനുദിന ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെടുന്നതുമില്ല. എന്നാൽ ദൈവം വാസ്തവത്തിൽ അവർക്ക് നൽകാനായി ഉദ്ദേശിച്ചിരിക്കുന്ന പല നന്മകൾ നഷ്ടപ്പെടുത്തിയാണ് അവർ ജീവിക്കുന്നതെന്ന വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ യഥാർത്ഥമായി അനുഭവിക്കേണ്ട ആന്തരിക സമാധാനം, സ്വസ്ഥത, സന്തോഷം ഇതൊന്നും അനുഭവിക്കാതെയാണ് അവർ കഴിയുന്നത്. പുറമേ നോക്കുമ്പോൾ അവരുടെ കാര്യമെല്ലാം ശരിയാണെന്നും വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഉദാഹരണമായി, ആത്മീയ വളർച്ച ഇല്ലാത്തതുമൂലം ആകുല ചിന്തകളുടെ മേലും രഹസ്യഭാവങ്ങളുടെ മേലും വിജയം ലഭിക്കുന്നില്ല. മറ്റുള്ളവരുമായി പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കുവാൻ കഴിയാത്തതിനാൽ അസൂയ, പക ഇവയാൽ പീഡിപ്പിക്കപ്പെടുകയും മാനസിക ക്ലേശം അനുഭവിക്കുകയും ചെയ്യുന്നു. ആത്മീയമായി അവർ വളരുന്നെങ്കിൽ ഇതൊന്നും അവർ അനുഭവിക്കേണ്ട ആവശ്യവുമില്ല. കൂടാതെ അവരിൽ കൂടെ ദൈവം ചെയ്യാനിരുന്ന പല കാര്യങ്ങളും നടക്കാതെ പോവുകയും അവരുടെ ഉപയോഗക്ഷമത വളരെ കുറഞ്ഞു പോവുകയും ചെയ്യും. ഇതെല്ലാം മുഖാന്തരം നിത്യതയിൽ അവർക്ക് ലഭിക്കേണ്ട അനേക പ്രതിഫലങ്ങളും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. ധനികനായ ഒരു പിതാവ് തൻ്റെ മകനു വേണ്ടി വളരെ ധനം ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കെ ചെക്കെഴുതി ആ കാശെടുക്കുവാൻ മനസ്സില്ലാത്ത ആ മകൻ കേവലം അരിഷ്ടനും ദരിദ്രനുമായി കഴിഞ്ഞുകൂടേണ്ടി വരുന്നതിന് തുല്യമാണ് ആത്മീയ വളർച്ച പ്രാപിക്കാത്തവരുടെ ജീവിതം. ചോദ്യം: യഥാർത്ഥ ആത്മീയ നിലയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ മറ്റു വിശ്വാസികൾ പോലും കളിയാക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും എതിർക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് വളരെ ദുഃഖകരമല്ലേ? എന്തുകൊണ്ടാണ് ചില വിശ്വാസികൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഉത്തരം: അവരങ്ങനെ ചെയ്യുന്നത് ഉയർന്നുതരം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ശരിയായ ധാരണ അവർക്കില്ലാത്തതുകൊണ്ടാണ്. നാം ആത്മീയമായി പൊതുവെ വളരെ അധപ്പതിച്ചിരിക്കുന്നതിനാൽ ദൈവം സകലരെക്കുറിച്ചും ഉദ്ദേശിക്കുന്ന സാധാരണ ക്രിസ്തീയ ജീവിതം തന്നെ ആരെങ്കിലും നയിക്കുമ്പോൾ അത് വളരെ ആത്മീയത്വമായിട്ടാണ് പലർക്കും തോന്നുന്നത്. അതിനാലാണ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ, ഇതെല്ലാം അധികപ്പറ്റാണ് എന്നൊക്കെ അവർക്ക് തോന്നുന്നത്. സകല വിശ്വാസികളും ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരിങ്ങനെ പറയുകയില്ലായിരുന്നു. ഇനി മറ്റൊരു കാര്യം, തങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു ആത്മീയ നിലവാരം മറ്റുള്ളവർ പുലർത്തിയാൽ തങ്ങളുടെ തന്നെ തെറ്റുകൾ ശാസിക്കപ്പെടുകയും തങ്ങളാരും ആത്മീയരല്ലെന്ന് വരികയും ചെയ്യും എന്ന ഭയം കൊണ്ടുകൂടി ആയിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. ചോദ്യം: ആത്മീയ ജീവിതത്തിൽ കപടമില്ലാതെ ജീവിക്കുവാൻ നാം എന്തു ചെയ്യണം? ഉത്തരം: മിക്കവാറും വിശ്വാസികൾ തങ്ങൾ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ ആത്മീയരാണെന്ന് ചിന്തിക്കുകയും ഭാവിക്കുകയും മറ്റുള്ളവരെ അങ്ങനെ ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അവർ ദൈവസന്നിധിയിൽ വരുമ്പോൾ പോലും കപട മനോഭാവത്തോടെയാണ് വരുന്നത്. അതുകൊണ്ട് അവരുടെ ശരിയായ പ്രശ്നത്തിനുള്ള പരിഹാരം നിർദ്ദേശിക്കുവാനും അവരെ സഹായിക്കുവാനും ദൈവത്തിന് സാധിക്കുന്നില്ല. അതിനാൽ കപട ജീവിതത്തിൽ നിന്ന് വിടുതൽ നേടുവാൻ ഒന്നാമത് ചെയ്യേണ്ടത് തന്നെക്കുറിച്ചുള്ള ആത്മീയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുക എന്നതാണ്. അതായത് തൻ്റെ യഥാർത്ഥ ആത്മീയ നില എങ്ങനെയുള്ളതാണെന്ന് ദൈവമുമ്പിൽ സമ്മതിക്കുക. എങ്കിലേ അതിന് പരിഹാരം തരുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. യഥാർത്ഥമായി ഉള്ളിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പുറമേ നടിക്കാതിരിക്കുകയാണ് മറ്റൊരു കാര്യം. തനിക്ക് ജീവിതത്തിൽ സാധിക്കാത്ത വിജയം സാധിച്ചു എന്ന് ഭാവിക്കാതിരിക്കുക. അസാധ്യമായ കാര്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവ തൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെന്ന ഭാവത്തിൽ അവതരിപ്പിക്കാതിരിക്കുക. കർത്താവേ, എൻ്റെ ആത്മനില വലുതാക്കി കാണിച്ച മനുഷ്യൻ്റെ മാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ മുമ്പാകെ നിന്നെ പ്രസാദിപ്പിച്ച് മാത്രം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തോട് പറയുക. ഹൃദയങ്ങളെയും താല്പര്യങ്ങളെയും അറിയുന്ന കർത്താവ് അങ്ങനെ ജീവിക്കുവാൻ കൃപ തരും നിശ്ചയം. ചോദ്യം: മറ്റൊരാളുടെ ആത്മീയത്വത്തെ നാം വിധിക്കുന്നത് ശരിയാണോ? മറ്റൊരാളുടെ യഥാർത്ഥ ആത്മീയ നില അറിയുവാൻ വളരെ പ്രയാസമാണ്. നാം കാണുന്നത് പോലെയോ മനസ്സിലാക്കുന്നത് പോലെയോ ആയിരിക്കണമെന്നില്ല ഒരാളുടെ യഥാർത്ഥ ആത്മീയ സ്ഥിതി. ഓരോരുത്തരുടെയും യഥാർത്ഥ സ്ഥിതി അറിയുന്നവൻ ദൈവം മാത്രമാണ്.
ഓരോരുത്തൻ നിൽക്കുന്നതോ വീഴുന്നതോ തൻ്റെ യജമാനൻ്റെ മുമ്പിലാണെന്നും അതിനാൽ മറ്റൊരുത്തൻ്റെ ദാസനെ നാം വിധിക്കുവാൻ പാടില്ല എന്നും റോമർ 14:4 വ്യക്തമായി കൽപ്പിച്ചിട്ടുണ്ട്. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്ന് നമ്മുടെ കർത്താവ് മത്തായി 7:1 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വചനവ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സംശയാതീതമായി ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ഉപദേശിക്കുകയും വേണ്ടി വന്നാൽ നടപടിയെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ഇത്തരം സാഹചര്യങ്ങൾ കൂടുതലും ആത്മീയ നേതൃത്വത്തിലുള്ളവർക്കാണ് ഉണ്ടാകുന്നത്. ഇത് വിധി പറയലല്ല, എങ്കിലും അവർ വളരെ വിനയത്തോടും ഭയത്തോടും കൂടെ വേണം ഇത് ചെയ്യുവാൻ. ഒരു പരീക്ഷ മനോഭാവം അവരിൽ ഒരിക്കലും ഉളവാകുവാൻ പാടില്ല. ചോദ്യം: ഭക്ഷണം, വസ്ത്രം ഇത്യാദി കാര്യങ്ങളിൽ ആത്മീയരായ വിശ്വാസികൾ തന്നെ വിവിധ ചിന്താഗതിക്കാരാണല്ലോ. അപ്പോൾ ഇതിൽ ഏത് ചിന്താഗതി നാം സ്വീകരിക്കണമെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഉത്തരം: ഈ കാര്യത്തിൽ നാം ഓർത്തിരിക്കേണ്ട പ്രമാണം പറയാം. ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പാലിക്കുവാൻ നാം നിർബന്ധമുള്ളവരായിരിക്കണം. എന്നാൽ വ്യക്തമായി പറയാത്ത കാര്യങ്ങൾ മറ്റ് വേദപ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ദൈവവചനത്തിലെ പ്രമാണങ്ങളൊന്നും ലംഘിക്കപ്പെടാത്ത നിലയിൽ സ്ഥലകാല പരിധികൾ, സാഹചര്യങ്ങൾ എന്നിവയൊക്കെ വിലയിരുത്തി തീരുമാനിക്കണം. അതിനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ട്. ഈ വിധ കാര്യങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നത് തന്നെ മറ്റൊരാളും ചിന്തിക്കണമെന്നോ എൻ്റെ ചിന്താഗതി മാത്രമാണ് ഏറ്റവും ശരിയെന്നോ ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നോ പറയുവാൻ പാടില്ല. നമ്മിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുണ്ടെന്ന് നാം ഓർക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും നാം വകവെച്ചു കൊടുക്കുകയും വേണം. അതിൻ്റെ പേരിൽ നാം ഭിന്നതകളോ വഴക്കോ ഒന്നും ഉണ്ടാക്കുവാൻ പാടില്ല. വ്യത്യസ്ത ചിന്താഗതികൾ പുലർത്താം എന്ന കാര്യത്തിൽ നാം ഒരേ ചിന്താഗതിക്കാരായിരിക്കണം. വി മസ്റ്റ് എഗ്രി ടു ഡിസഗ്രി. അടുത്തത് നിഗളത്തിലേക്ക് നയിക്കുന്ന ആത്മീയത്വം. ചില സംശയങ്ങൾ എന്താണെന്ന് ചിന്തിക്കാം. ചോദ്യം: ആത്മീയരെന്ന് ഭാവിക്കുന്ന ചിലർ തങ്ങളെല്ലാം തികഞ്ഞവരാണെന്നും ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണെന്നും കരുതാറുണ്ട്. മറ്റുള്ളവരെ നിന്ദിക്കുന്ന ഇത്തരം ഭാവം ആത്മീയർക്ക് ചേർന്നതാണോ? ഉത്തരം: ഞാൻ സകലത്തിലും തികഞ്ഞവനാണ്, ബാക്കിയുള്ളവരെല്ലാം വളരെ മോശമാണ് എന്ന നിലപാട് ഒരാൾക്കുണ്ടെങ്കിൽ അതൊരു വലിയ പിശക് തന്നെയാണ്. സ്വന്തം ആത്മീയത്വത്തെക്കുറിച്ച് അഹങ്കരിക്കുകയും ഇത്രയും വിജയം കിട്ടാത്ത മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. തനിക്ക് കിട്ടിയ വിജയം ദൈവകൃപയാൽ ദൈവം സാധിപ്പിച്ച് തന്നതാണെന്നും സ്വന്തം കഴിവിനാൽ ഇതൊന്നും സാധിക്കുകയില്ലെന്നും എപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം. അതിൽ അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. ഒരുവൻ തൻ്റെ വിജയത്തിൽ അഹങ്കരിക്കുന്നെങ്കിൽ ആ വിജയം ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് കിട്ടിയതായിരിക്കുകയില്ല. അഥവാ ആണെങ്കിൽ തന്നെ അഹങ്കാരം എന്ന ഭാവം അവൻ്റെ വിജയം നഷ്ടപ്പെടുത്തി എന്നാണ് അർത്ഥം. ചോദ്യം: വളരെയൊന്നും ആത്മീയരല്ലാത്ത ജീവിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെയും അപകീർത്തിപ്പെടുകയും അവരുടെ പ്രസംഗങ്ങൾ വഴി പലരും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവം അനാത്മീയരെ ഉപയോഗിക്കുമോ? അവരുടെ വേലയെ ദൈവം അനുഗ്രഹിക്കുമോ? ഉത്തരം: ദൈവം ഒരാളുടെ പ്രസംഗങ്ങളെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുന്നത് ആ ആളുടെ ആത്മീയത്വം കൊണ്ടോ വിശ്വസ്തത കൊണ്ടോ ആയിരിക്കണമെന്നില്ല. മദ്യപന്മാരായ ആളുകൾ സുവിശേഷം പ്രസംഗിച്ചും ചിലർ രക്ഷിക്കപ്പെട്ട ചരിത്രം ക്രൈസ്തവ സഭയിലുണ്ട്. ആളുകൾ രക്ഷിക്കപ്പെടുന്നത് പ്രസംഗകരുടെ ആത്മീയത്വം കൊണ്ടല്ല, അവർ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ടാണ്. മനുഷ്യരെ രക്ഷിക്കുക എന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അസൂയ കൊണ്ട് സുവിശേഷിക്കുന്നവരെയും പണത്തിനായി സുവിശേഷ വേല ചെയ്യുന്നവരെയും ദൈവം ഉപയോഗിച്ചു വന്നിരിക്കാം. ദൈവം വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് തൻ്റെ വേല നിറവേറ്റുന്നു. അതുകൊണ്ട് ഈ ആളുകൾ ആത്മീയരെന്നോ അവരുടെ വേല കർത്താവിന് പ്രസാദകരമെന്നോ തെളിയുന്നില്ല. അവരുടെ അനാത്മികത്വത്തിനുള്ള ഫലം അവർ അനുഭവിക്കുകയും ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. മരുഭൂമിയിൽ വെച്ച് മോശ പാറയെ അടിച്ചതായി നാം വായിക്കുന്നു. അപ്പോൾ വെള്ളം പുറപ്പെട്ടു, അനുഗ്രഹമുണ്ടായി, ജനത്തിൻ്റെ ദാഹം ശമിച്ചു. പക്ഷേ മോശ ചെയ്ത തെറ്റ് നിമിത്തം കനാൻ ദേശത്തേക്കുള്ള അവൻ്റെ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നു എന്നതോ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു എന്നതോ നമ്മുടെ ജീവിതത്തിന്മേലും ശുശ്രൂഷയിന്മേലും ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളല്ല. അതിനാൽ വേലയിൽ ഉണ്ടാകുന്ന ഫലം കണ്ട് തൃപ്തിപ്പെടാതെ ദൈവവചനം അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് പ്രത്യേകം പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ചോദ്യം: നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം മറ്റാരെയും നോക്കരുത്, കർത്താവിനെ മാത്രം നോക്കണം എന്നും അതേസമയം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം, നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകണം എന്നും പറയുന്നത് തമ്മിൽ പൊരുത്തപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം: നമ്മുടെ ഭാഗത്ത് നാം ദൈവത്തെ മാത്രം നോക്കി ജീവിക്കണം എന്നതായിരിക്കണം പ്രമാണം. എബ്രായർ 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരായ അനേകം ആളുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 12-ാം അധ്യായം ആരംഭിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. എന്നാൽ ആരും എന്നെ നോക്കേണ്ട എന്ന് പറയുവാൻ പാടുള്ളതല്ല. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിരിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ സൂക്ഷിക്കപ്പെടുന്നവനാണ്.
കർത്താവിനെ മാത്രമേ നോക്കാവൂ എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടം ഉള്ളതുപോലെ അശ്രദ്ധമായി ജീവിക്കുവാനുള്ള ഒരു ഒഴികഴിവായി ഇത് നാം എടുക്കുവാൻ പാടില്ല. ചുരുക്കത്തിൽ മറ്റുള്ളവരെ ആരെയും നോക്കാതെ കർത്താവിനെ മാത്രം നോക്കുകയും അതേസമയം അന്യർക്ക് മാതൃകകളായി ജീവിക്കുകയും ചെയ്യേണ്ടതാണ്. ചോദ്യം: പ്രായമുള്ളവരും നേതൃസ്ഥാനത്തിരിക്കുന്നവരും പ്രസംഗിക്കുന്നവരുമായ പലരും ശരിയായി ജീവിക്കാത്ത യുവതലമുറയ്ക്ക് ഒരു വലിയ തടസ്സമല്ലേ? അവരുടെ മാതൃകയില്ലാത്ത ജീവിതം കണ്ട് യുവാക്കന്മാർ മുന്നോട്ട് വരുവാൻ മടിക്കുകയില്ലേ? ഉത്തരം: പലരുടെയും മാതൃകയില്ലാത്ത ജീവിതം മറ്റുള്ളവർക്ക് തടസ്സമാണെന്നത് ശരിയാണ്. ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് താനും. മറ്റുള്ളവർക്കിടർച്ചയായി നാം ഒരിക്കലും ഇരിക്കുവാൻ പാടില്ല എന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ. അതിനാൽ അങ്ങനെ ഭവിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം യുവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരുടെ അനാത്മീയത്വം കണ്ട് നിരാശപ്പെടേണ്ട എന്നാണ്. ദൈവിക കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ദൈവത്തോട് നേരിട്ടുള്ളതാണ്. മറ്റാരുടെയെങ്കിലും കുഴപ്പം കൊണ്ട് ദൈവത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റാതെ പോയി എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. മറ്റുള്ളവരെല്ലാം അനാത്മീയരാണെങ്കിൽ ആത്മീയരായി ജീവിച്ച് അവർക്കൊക്കെ മാതൃകയായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ചോദ്യം: മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുതെന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ. എന്നാൽ മറ്റുള്ളവർക്ക് ഇടർച്ചയാകും എന്ന കാരണത്താൽ എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കണമോ? ഉത്തരം: മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുത് എന്ന കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാന പ്രമാണം നാം ഓർക്കേണ്ടത്, നാം ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഭാരമായി തീരരുത് എന്നതാണ്. അതായത്, ദൈവവചനം എന്നോട് ചെയ്യുവാൻ ആവശ്യപ്പെടുമ്പോൾ അത് മറ്റു ചിലർക്ക് ഇടർച്ചയാകും എന്നതിനാൽ ഞാൻ ചെയ്യാതിരിക്കരുത്. വ്യക്തമായ ദൈവ കൽപ്പനകളെ അനുസരിക്കുന്ന കാര്യത്തിൽ അന്യരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ട ആവശ്യമില്ല. ആർക്കെല്ലാം ഇടർച്ചയാണെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നാം ആരെയെല്ലാം പ്രസാദിപ്പിക്കാതിരിക്കുന്നു എന്നത് വിഷയമാക്കേണ്ട. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മറ്റു ചിലരെ വിഷമിപ്പിക്കേണ്ടി വന്നാലും സാരമില്ല എന്നർത്ഥം. വ്യക്തമായ ദൈവകൽപ്പന ഇല്ലാത്ത വിഷയങ്ങളിൽ മറ്റുള്ളവർക്ക് ഇടർച്ചയായി നാം തീരുവാൻ പാടില്ല. മറ്റു ബലഹീന വിശ്വാസികൾക്ക് തടസ്സമായി തീരും എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ സ്വന്തം താല്പര്യത്തിന് വിരുദ്ധമായി സ്വല്പം ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും ഒഴിവാക്കണം. എന്നാൽ ദൈവവചനം അനുസരിക്കാതിരുന്നാലും സാരമില്ല, മറ്റുള്ളവർക്ക് ഞാൻ വിഷമമുണ്ടാക്കുവാൻ പാടുള്ളതല്ല എന്ന ചിന്താഗതി ശരിയല്ല. ചോദ്യം: ചില സന്ദർഭങ്ങളിൽ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നതും ഭാര്യ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുന്നതും ശരിയല്ലേ? കർത്താവിനെ അനുസരിക്കുവാൻ വേണ്ടി മക്കൾ മാതാപിതാക്കളെയോ ഭാര്യമാർ ഭർത്താക്കന്മാരെയോ ആ പ്രത്യേക വിഷയങ്ങളിൽ അനുസരിക്കാതിരിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്നാണല്ലോ വചനം. നമ്മുടെ ഏറ്റവും വലിയ കടപ്പാട് ദൈവത്തോടാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി വരുന്നുള്ളൂ. ദൈവവചനവും മാതാപിതാക്കളുടെ നിർദ്ദേശവും പരസ്പരം എതിരായി വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആവശ്യം. അനന്യാസും സഫീറയും പാപം ചെയ്തപ്പോൾ സഫീറയോട് പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോസ്തലപ്രവൃത്തി 5:9 ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതിൻ്റെ അർത്ഥം, ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്ന ഈ വിഷയത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിക്കുവാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ഭർത്താവ് ഈ ആശയം പറഞ്ഞപ്പോൾ ഭാര്യ അതിന് കീഴ്പ്പെടുവാൻ പാടില്ലായിരുന്നു. ദൈവത്തേക്കാൾ കൂടുതലായി നാം മനുഷ്യരെ അനുസരിക്കുവാൻ പാടില്ല. പൂർണ്ണതയിലേക്കുള്ള മുന്നേറ്റം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ നോക്കാം. ചോദ്യം: ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോട് പോലും പിണങ്ങാതെ എല്ലാവരോടും സമാധാനമായിരിക്കുന്ന ജീവിതമാണ് ദൈവമക്കളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ എല്ലാ മനുഷ്യരോടും സമാധാനപരമായി ജീവിക്കുക എന്നത് പ്രായോഗികമാണ്. ഉത്തരം: നമ്മോട് ചിലർ പിണങ്ങിയെന്നിരിക്കാം, എന്നാൽ നാം അവരോട് പിണങ്ങാതെ വിരോധ മനോഭാവം വെച്ചു പുലർത്താതെ ജീവിക്കുക എന്നത് സാധ്യമാണ്. ചോദ്യം: എനിക്ക് ചില വ്യക്തികളെ സ്നേഹിക്കുവാൻ വളരെ പ്രയാസമാണ്. അവരോടൊരു അകൽച്ചയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഉത്തരം: ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ അവരെ സ്നേഹിക്കുവാനുള്ള കഴിവിനായി നാം പ്രാർത്ഥിക്കാറുണ്ടോ? ആ വിഷയം ദൈവസേനയിൽ തുടർച്ചയായി ഓർത്ത് കൃപയ്ക്കായി യാചിക്കുമെങ്കിൽ കർത്താവ് സഹായിക്കും. നാം മനഃപൂർവ്വം അവരോട് സ്നേഹമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. ചോദ്യം: പക്ഷേ ചിലരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ടാൽ തന്നെ അവരെ സ്നേഹിക്കുവാൻ തോന്നുകയില്ല. ഉത്തരം: അവരുടെ സംസാരവും പെരുമാറ്റവും ആയിരിക്കരുത് സ്നേഹിക്കാനുള്ള നമ്മുടെ മാനദണ്ഡം. അവരെങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം സ്നേഹിക്കേണ്ടത്. നാം എത്രയോ കൊള്ളരുതാത്തവരായിരുന്നപ്പോഴാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. അവരെ ഇനി സ്നേഹിക്കുവാൻ പറ്റുകയില്ല എന്ന് ചിന്തിച്ച് നാം അതിന് പലപ്പോഴും ശ്രമിക്കാറില്ല. എന്നാൽ നാം മനഃപൂർവ്വം ശ്രമിക്കുകയും ദൈവസഹായം തേടുകയും ചെയ്യുമെങ്കിൽ കർത്താവ് നമ്മുടെ ആഗ്രഹത്തെ മാനിച്ച് തീർച്ചയായും സഹായിക്കും. ചോദ്യം: നമ്മോട് ഇങ്ങോട്ട് സ്നേഹമായി പെരുമാറാത്തവരെയും നമ്മെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരെയും സ്നേഹിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഉത്തരം:
മാനുഷികമായി ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മോട് അവർ സ്നേഹമായി പെരുമാറുന്നില്ലെന്നും നമ്മെ കുറ്റം പറയുന്നു എന്നുള്ളതും അവരുടെ കാര്യമാണ്. അവരുടെ കാര്യത്തിൽ നാം ഇടപെടേണ്ട ആവശ്യമില്ല. പരകാര്യത്തിൽ നാം ഇടപെടരുതെന്നല്ലേ വചനം പറയുന്നത്. അവരുടെ കാര്യം ദൈവം അവരോട് ചോദിച്ചുകൊള്ളും. സ്നേഹിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അത് നിറവേറ്റുന്നതിൽ നിന്ന് ഉള്ളവരാരും നമ്മെ തടസ്സപ്പെടുത്തുവാൻ അനുവദിക്കരുത്. അവർ ഇങ്ങനെയെല്ലാം നമുക്കെതിരെ ചെയ്തുകൊണ്ടാണ് നാം സ്നേഹിക്കാതിരിക്കുന്നതെന്ന് ഒരു ന്യായം ദൈവസന്നിധിയിൽ പറയുവാൻ സാധിക്കില്ല. മാനുഷികമായി നമ്മുടെ സ്വശക്തിയാൽ പ്രയാസമായ കാര്യങ്ങളും ദൈവകൃപയാൽ സാധിക്കും. എന്നാൽ അതിനെ മനഃപൂർവ്വമായി ഉത്സാഹിക്കണം. നമ്മോട് ദൈവം അനുശാസിക്കുന്ന കാര്യങ്ങൾ നാം അനുസരിച്ചോ എന്ന് മാത്രമേ കർത്താവ് ചോദിക്കുകയുള്ളൂ. മറ്റുള്ളവർ ദൈവവചന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യമാണ്. നമ്മോടുള്ള മറ്റുള്ളവരുടെ നിലപാട് എന്തുതന്നെ ആയിരുന്നാലും സ്നേഹത്തിൽ നാം നിലനിൽക്കേണ്ടതാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് ദൈവസന്നിധിയിൽ ഒരു ന്യായവുമില്ല. ചോദ്യം: ഹൃദയത്തിൽ നമ്മോട് സ്നേഹമില്ലാതെ നമ്മെ കാണുമ്പോൾ പുറമേ സ്നേഹം നടിക്കുന്നവരോടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഉത്തരം: നമ്മോട് മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമായതാണോ അല്ലയോ എന്നത് നാം അവരെ ശരിയായി സ്നേഹിക്കുന്നതിന് തടസ്സമാകുവാൻ പാടില്ല. അവരുടെ സ്നേഹം എങ്ങനെയുള്ളതായിരുന്നാലും നമ്മുടെ സ്നേഹം ശരിയായതായിരിക്കണം. ചോദ്യം: ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ കൂടി വെളിപ്പെടുമ്പോഴല്ലേ ഈ നിലയിൽ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ? ഉത്തരം: അതെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ കൂടി വെളിപ്പെടുവാൻ നമ്മെ തന്നെ ദൈവാത്മാവിന് കൂടുതലായി നാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ചോദ്യം: ഈ ഭൂമിയിൽ വെച്ച് പൂർണ്ണമായും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നമുക്ക് കഴിയുമോ? ഉത്തരം: ഇല്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ മാത്രമാണ് നാം അവനോട് സദൃശന്മാരായിത്തീരുന്നത് എന്ന് യോഹന്നാൻ 1-ാം ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ എന്തുമാത്രം ഉളവായാലും പിന്നെയും നമ്മിൽ കാണപ്പെടുവാൻ അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ വീണ്ടും അവശേഷിക്കുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് ക്രമാനുഗതമായി അവൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെട്ടു വരണം. ഈ ഭൂമിയിലെ നമ്മുടെ അവസാന നാൾ വരെ ആ കാര്യത്തിൽ നാം വളരണം. എല്ലാ കാര്യത്തിലും നാം അവനെപ്പോലെയായി എന്ന് പറയാവുന്ന ഒരു നില നമുക്കുണ്ടാകുകയില്ല. ചോദ്യം: വിശ്വാസികൾ പൂർണ്ണതയിലേക്ക് മുന്നേറണം, ക്രിസ്തു നടന്നതുപോലെ നടക്കണം, തികഞ്ഞവരാകണം എന്ന നിലയിലുള്ള പല പ്രബോധനങ്ങൾ പുതിയ നിയമത്തിൽ പലയിടത്തും കാണുന്നുണ്ടല്ലോ. നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകുവാൻ പൂർണ്ണമായും ഈ ഭൂമിയിൽ വെച്ച് സാധിക്കുകയില്ലെങ്കിൽ പിന്നെ നമുക്ക് സാധിക്കുന്ന പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം: ദൈവം നമുക്ക് വെളിച്ചം തന്നിരിക്കുന്ന നമ്മുടെ ബോധതലത്തിൽ, കോൺഷ്യസ് ഏരിയയിൽ കുറ്റമറ്റവരായിരിക്കുക എന്നതാണ് ഇന്ന് നമുക്ക് സാധിക്കുന്ന പൂർണ്ണത. ശരിയും തെറ്റും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്ന കാര്യങ്ങളിൽ ദൈവം പ്രകാശം തന്നിട്ടുള്ള ജീവിത തലങ്ങളിൽ പരിപൂർണത, വിശ്വസ്തത പാലിക്കുക. എനിക്കറിയാവുന്നിടത്തോളം സകലത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന അവസ്ഥ. ഈ അർത്ഥത്തിൽ മാത്രമേ ഈ ഭൂമിയിൽ വെച്ച് തികഞ്ഞവരായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ അബോധതലങ്ങളിൽ, അൺകോൺഷ്യസ് ഏരിയാസ്, ധാരാളം കുറവുകൾ നമ്മിലുണ്ടാകാം. നമുക്കറിവുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവഹിതാനുസരണമായി നാം ജീവിക്കുമ്പോൾ തന്നെ നമുക്കറിഞ്ഞുകൂടാതെ മറഞ്ഞു കിടക്കുന്ന പല തെറ്റുകളും ദൈവം വെളിച്ചത്ത് കൊണ്ടുവരികയും അവയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുകയും ചെയ്യും. ആ കുറവുകളെ പരിഹരിച്ച് നാം മുൻപോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കൂടുതൽ കുറവുകളെ ദൈവം നമുക്ക് കാണിച്ചു തരും. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കൂടുതൽ പൂർണ്ണതയിലേക്ക് മുന്നേറുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദൈവം മുമ്പാകെ കുറ്റമറ്റ മനസ്സാക്ഷി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചിരുന്ന കണക്ക് 1 1 2 2 2 4 എന്നത് മാത്രമാണ്. അവൻ്റെ പരീക്ഷയിൽ അവന് 100-ൽ 100 മാർക്ക് നേടുവാൻ കഴിയും. അതിനാൽ അവൻ കണക്കിൽ പരിപൂർണനാണെന്ന് വരില്ല. ഇനി അവന് അറിഞ്ഞുകൂടാത്ത എന്തെല്ലാം കാര്യങ്ങൾ കണക്കിലുണ്ട്. ജീവിതകാലം മുഴുവൻ പഠിച്ചാലും ഇനി പഠിക്കാൻ അവശേഷിക്കത്തക്കവണ്ണം അത്ര ബൃഹത്താണ് ആ വിഷയം. എന്നാൽ ഒരർത്ഥത്തിൽ അവൻ്റെ ക്ലാസ്സിൽ അവൻ പരിപൂർണനാണെന്ന് പറയാം. അതുപോലെ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെ അവനെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായി പഠിച്ച ഒരവസ്ഥ അവനുണ്ടാകാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ദൈവമുമ്പിൽ യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലാത്തവരായി ജീവിക്കുവാൻ കഴിയും. അതേസമയം നമുക്കറിഞ്ഞുകൂടാത്ത അനേക കുറവുകൾ നമുക്കുണ്ടായെന്നും വരാം. ആ അർത്ഥത്തിൽ നാം ഒരിക്കലും കുറവില്ലാത്ത പരിപൂർണമായ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത തൻ്റെ ബോധതലത്തിലും അബോധതലത്തിലും പാപമില്ലായിരുന്നു എന്നതാണ്. അവനിൽ പാപമില്ല എന്നാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത്. അതാണ് തികഞ്ഞ പരിപൂർണത, അബ്സല്യൂട്ട് പെർഫെക്ഷൻ. അത് നമുക്ക് ഈ ലോകത്തിൽ വെച്ച് സാധിക്കുകയില്ല. ചോദ്യം: അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് തരുന്ന വെളിച്ചത്തിന് കീഴ്പ്പെടുകയും തെറ്റാണെന്ന് അറിവുള്ള സകലത്തെയും അകറ്റി ജീവിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഇപ്പോൾ നമുക്ക് ഭൂമിയിൽ സാധിക്കുന്നത്, അല്ലേ? ഉത്തരം: അതെ, അതുതന്നെ. ഈ നിലയിൽ നാം ഓരോരുത്തരും ദൈവത്തോട് പരിപൂർണ്ണ വിശ്വസ്തത പാലിച്ച് ജീവിക്കുവാനാണ്
ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കത് സാധിക്കുകയും ചെയ്യും. നമുക്ക് സാധിക്കാത്ത പരിപൂർണത ഓർത്ത് വിഷമിക്കാതെ സാധിക്കുന്നതിൽ സന്തോഷിക്കുകയും അത് ജീവിതത്തിൽ പ്രാപിക്കുവാൻ യത്നിക്കുകയും ചെയ്യുക. പാപത്തിൻ്റെ പ്രമാണം പൂർണ്ണമായി നീക്കപ്പെട്ട ഒരു ഹൃദയം ഈ ലോകത്തിൽ വെച്ച് നമുക്കുണ്ടാകുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരു പാപത്തെയും താലോലിക്കാത്ത, അറിയപ്പെടുന്ന സകല പാപങ്ങളെയും വിധിച്ചുപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഹൃദയനില നമുക്ക് പാലിക്കുവാൻ സാധിക്കും. ഈ ഗ്രന്ഥം ഇവിടെ അവസാനിക്കുന്നു.